മതി ഇതിൻ്റെ അടുത്തില്ല ഞാൻ നോക്കിക്കോളും. പൈസ ഇങ്ങനെ വാങ്ങുന്നുണ്ട് എന്താ കാട്ടുന്ന നോക്കട്ടെ. എന്റെ താക്കോല് കണ്ടോന്ന് പോവാ. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഇടവഴിയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം റോട്ടിലേക്ക് കഷ്ടി ഒരു 1/2 കിലോമീറ്ററോളം നടക്കാണ്ട്. വണ്ടി ഇങ്ങോട്ട് ഇറങ്ങുമോയെന്ന് ചോദിച്ചാൽ വണ്ടി ഇങ്ങോട്ട് ഇറങ്ങും, പക്ഷെ ഫുള്ള് കല്ല് മുട്ടിയാവുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ പണി തീരിച്ചിട്ട് ഞാൻ വണ്ടി റോട്ടിലവിടെ ഒരു ഷെഡിലാണ് നിർത്താറ്. അപ്പോൾ നമ്മളിന്ന് ആ വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ രാത്രിയൊക്കെ നമ്മൾ വരുമ്പോഴേ ഈ പോസ്റ്റിന്മേൽ ഒരു ലൈറ്റും ഇല്ല കേട്ടോ. പോസ്റ്റ് ഉണ്ടെന്ന് തന്നെ ഉള്ളൂ, ഒരു ലൈറ്റും ഇല്ല, ഭയങ്കര ഇരുട്ടാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നടന്നു തന്നെ വഴിയാണ്. പിന്നെ ഇപ്പം നമ്മളിതാ ഇടവഴിയിൽ നിന്ന് റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ ഈ കാണുന്ന ഷെഡിലാണ് എൻ്റെ വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇതൊരു പേപ്പർ അടിക്കുന്ന ഒരു കമ്പനിയാണ്, പേപ്പറല്ല പ്ലേറ്റ് അടിക്കുന്ന ഒരു കമ്പനിയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ സൈറ്റിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം എൻ്റെ സൈറ്റിലേക്ക്. അപ്പോൾ അടുത്ത് നമുക്ക് സൈറ്റിൽ നിന്ന് കാണാം. അപ്പോൾ നമ്മളിതാ വർക്ക് സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൈറ്റ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇൻ്റർലോക്കാണ്. ഇൻ്റർലോക്ക് സിമെൻറ്റിൻ്റെ കട്ടയുണ്ട്. കറക്റ്റായിട്ട് ഇനി ഇത് പുട്ടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും ഈ വീട് കാണാം. മുകളിലേക്ക് വെയ്റ്റ്ലെസ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഓണർ പരമാവധി ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല ഐറ്റംസുകളും നടത്തിയിട്ടുണ്ട് ഇതിൽ. അതേമാതിരി ഭാരം, സേഫ്റ്റി എല്ലാം അത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിയത്തെ പടവ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ ഇനിയുള്ളത് എന്താ പറയുക, ബാത്റൂം അതുപോലെ റൂമുകളൊക്കെ തിരിക്കലാണ്. അതിനുള്ള കല്ലാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ്ലെസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിൻ്റെ വർക്ക് എന്ന് പറഞ്ഞത് വെയ്റ്റ്ലെസ്സിൻ്റെ പടവാണ്. അപ്പം എന്നാൽ പണിയിലേക്ക് തിരിയാം. ഇതാണ് ഞാൻ മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ വെയ്റ്റ്ലെസ് കല്ലാണ്. ഏകദേശം ഒരു 10-20 കിലോൻ്റെ അടുത്താണ് ഈ കല്ലിൻ്റെ വെയിറ്റ് ഉള്ളൂ. 20 കിലോനും. പിന്നെ ഈ കല്ലിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട ഇത് പൊന്തി കിടക്കും. ഒരു കെമിക്കലൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതിന് സിമെൻ്റ് അല്ല ചേർക്കുന്നത്, പശയാണ്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ വീട്ടുകാരൻ ഉദ്ദേശിച്ചിരിക്കണം എന്താ വെച്ചാൽ ഫുള്ള് ഓട് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്, ചൂട് കുറയാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഇതാ ഇവിടെയാണ് ചെയ്യാനുള്ള വർക്ക്. ഇന്നത്തെ വർക്ക് ചെയ്യേണ്ട സ്ഥലം ഇതാണ്.
10 മണി ചായക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ 10 മണിക്ക് ചായ എന്ന് പറയാൻ ഒരു പഴം, പിന്നെ ചായ ഉണ്ട്. പിന്നെ നമ്മളത് വിനോട്ടൻ്റെ പെണ്ണുങ്ങൾ നല്ല പുട്ടും പഴമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മൂപ്പര് നമുക്കൊരു പഴം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 10 മണിക്ക് നമുക്ക് പഴമാണ്. എന്തായാലും ഇടയിലൊരു വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ, കാരണം നമ്മൾ ജോലിക്ക് വന്നിറക്കല്ല. അപ്പോൾ ജോലിക്കല്ലേ മുൻഗണന കൊടുക്കേണ്ടത്, വീഡിയോ എടുക്കാൻ വന്നതല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ആദ്യം ജോലി. അപ്പോൾ ജോലിയുടെ ഇടയിലും ഓരോ വീഡിയോ എടുക്കാം, അത്രേ ഉള്ളൂ. റെസ്റ്റിംഗ് ടൈമിലൊക്കെ ഓരോ വീഡിയോ എടുക്കാം. സ്ഥലത്ത് അങ്കമ്പറ്റിൽ ഏതായാലും കഴിഞ്ഞു. സമയം 5 മണി കഴിഞ്ഞ്. ബാക്കി നമ്മുടെ ജിമ്മിലാണ്. അപ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവും ഈ ചെക്കന് പണിയൊക്കെ മാറ്റി ജിമ്മിന് പോകേണ്ട ആവശ്യം ഉണ്ടാവുകയാണ്. ഒന്നുമില്ല, ഒരു ക്രൈസാണ് ജിമ്മെന്ന് പറഞ്ഞാൽ. എന്താ പറയുക, ചെറുപ്പം മുതലേ ഒരു ഇതാണ്. അപ്പോൾ അതാണ് ജിമ്മിന് കൂടി പോകുന്നത്. മക്കളെ, അപ്പോൾ ഇത്ര നേരം കണ്ട വിഷ്വലൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റോറിയാണ് കേട്ടോ. ഇതിന് മുന്നൊരു സ്റ്റോറി ഉണ്ട്, അതിൻ്റെ എല്ലാവർക്കും അറിയുന്നതാണ്, ഒറ്റമുറി വാടക വീട്ടിലെ. അപ്പോൾ ഈ ഒരു എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് അൽഹംദുലില്ലാ ഇങ്ങനത്തെ ഒരു വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഇതെനിക്കൊന്ന് റീപോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയാണ് കേട്ടോ. അങ്ങനെയാണ് ഈ റീപോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ പുതിയ വീട് കാണിക്കുന്നത്. ഈ ഒരു പുതിയ വീട് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞൊരു പ്രൗഡാണ് കേട്ടോ. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു
വീടും അതേമാതിരി ഉമ്മയുടെ മുഖത്തെ സന്തോഷം. ഞാനോ വാടക വീട്ടിലായിരുന്നത്, എൻ്റെ മോളെ അൽഹംദുലില്ലാ സ്വന്തമായിട്ടൊരു വീട്ടിൽ, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീട്ടിൽ എൻ്റെ മോളെ എനിക്ക് കയറ്റാൻ പറ്റി. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. എൻ്റെ വാപ്പാനെ കൂടെ കയറ്റാൻ പറ്റിയില്ല എന്നുള്ള ഇടങ്ങേറ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളെ വിമർശിക്കുന്നവരും കുറ്റം പറയുന്നവരും തള്ളി പറയണവരൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും അവരോടൊന്നും എനിക്ക് ദേഷ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒരു സാധാരണക്കാരൻ നന്നാവുന്നത് ആർക്കും ഇന്നത്തെ കാലത്ത് പറ്റൂല. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും പറയുന്നുണ്ട് വീട് കണ്ടു മടുത്തു എന്ന്. നിങ്ങളെ ഈ ഒരു വീട് കണ്ടു മടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം വലുതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഈ വീട്, ഇപ്പോഴത്തെ ഈ വീട് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. എന്തായാലും ഇഷ്ടമുള്ളവർ കാണാം. എനിക്ക് ഇനി ഒരുപാട് വീടിനെ കുറിച്ച് പറയാനുണ്ട്. എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാ. എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും. നാളെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം വരട്ടെ.